നമസ്കാരം. +1 സുവോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാ സ്റ്റുഡൻസിനെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും SSLC പരീക്ഷയ്ക്ക് ഉയർന്ന വിജയം കരസ്ഥമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് അഡ്മിഷൻ +1 ലഭിക്കട്ടെ. നമുക്ക് സുവോളജി ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അവിടെ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തത് ലിവിങ് തിങ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ജീവനുള്ളവയുടെ പൊതു സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്, അതായത് ജീവലോകത്തിലെ വൈവിധ്യം. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ വൈവിധ്യം, അതായത് ജീവലോകത്തിലെ വൈവിധ്യം എന്തെന്നാണ് നമുക്ക് അതിനെപ്പറ്റി ഒരല്പമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ജൈവ വൈവിധ്യം എന്നാണ്. എന്താണ് നമുക്ക് ബയോഡൈവേഴ്സിറ്റി നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഭൂമിയുടെ ഒരു പ്രത്യേക ഏരിയയിൽ, ഒരു പ്രത്യേക പ്രദേശത്ത് കാണപ്പെടുന്ന മുഴുവൻ അനിമൽസിനെയും പ്ലാന്റ്സിനെയും അതുപോലെ മൈക്രോ ഓർഗാനിസത്തിനെയും കൂടി പൊതുവിൽ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം. ദ ടോട്ടൽ നമ്പർ ഓഫ് അനിമൽസ്, പ്ലാന്റ്സ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ഇൻഹാബിറ്റഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു പ്രത്യേക പ്രദേശത്ത് അധിവസിക്കുന്ന അനിമൽസിനെയും പ്ലാന്റ്സിനെയും മറ്റ് മൈക്രോ ഓർഗാനിസംസിനെയും പൊതുവിൽ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം. ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ ആകെയുള്ള ബയോഡൈവേഴ്സിറ്റി 1.7 മുതൽ 1.8, അതിന് 1.7നും 1.8നും 8 മില്യനായിരിക്കുമെന്നാണ് കണക്ക് കൂട്ടൽ. അതായത് 1.7 അല്ലെങ്കിൽ 1.8 മില്യൺ സ്പീഷ്യസ് നമ്മുടെ ലോകത്ത് അധിവസിക്കുന്നുണ്ട്. അത്രയുമാണ് നമ്മൾ ഇതുവരെ കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ഇപ്പോൾ ഫോറസ്റ്റിലേക്കും വനപ്രദേശത്തേക്കും അതുപോലെ തന്നെ കടലിലേക്കും ഒക്കെ പര്യവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ അവർ മടങ്ങി വരുന്നത് ജീവലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് പുതിയ സ്പീഷീസുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു വരുന്നത്. അതായത് നമ്മോടൊപ്പം ജീവിക്കുന്ന ജീവജാലങ്ങളെ പറ്റി പൂർണ്ണമായും ഐഡിയ നമുക്കില്ല. നമുക്ക് ഇന്നും അറിഞ്ഞുകൂടാത്ത ഒരുപാട് സസ്യങ്ങളും ഒരുപാട് ജന്തുക്കളും അതിലേറെ മൈക്രോ ഓർഗാനിസംസ് എല്ലാം നമ്മുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെ പറ്റിയൊന്നും മുഴുവൻ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ടില്ല. ഇതുവരെ കളക്ട് ചെയ്ത ഡേറ്റ അനുസരിച്ചാണ്, ശാസ്ത്രജ്ഞന്മാരുടെ വിവരങ്ങൾ അനുസരിച്ചാണ് പറയുന്നത് 1.7നും 1.8 മില്യൺ സ്പീഷ്യസ് ഈ ലോകത്ത് അധിവസിക്കുന്നുണ്ട്. പക്ഷേ മറ്റു ചില ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൾ പറയുന്നത് മുഴുവൻ, അതായത് സമുദ്രത്തിലും ഫോറസ്റ്റിലും ഒക്കെ കാണപ്പെടുന്ന സൂക്ഷ്മജീവികളെ മുഴുവൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും അറിഞ്ഞുകൂടാത്ത ഒട്ടനവധി സൂക്ഷ്മജീവികളുണ്ട്. അവയെല്ലാം കൂടി ചേർത്ത് ഈ 1.7 അല്ലെങ്കിൽ 1.8 മില്യൺ എന്ന് പറയുന്ന സംഖ്യ ചിലപ്പോൾ നമ്മൾ ടാക്സോണമിസ്റ്റുകൾ, അതായത് പുതിയ ജീവികളെ കണ്ടെത്തുന്ന ശാസ്ത്രജ്ഞന്മാർ അവർ ഇത്രയും മുഴുവൻ ജീവികളെയും പഠിക്കുകയാണെങ്കിൽ ഏകദേശം 7 മില്യണോളം ജീവജാലങ്ങൾ ഭൂമുഖത്ത് കാണുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നാളിതുവരെ 1.7 to 1.8 മില്യൺ സ്പീഷീസിനെയാണ് ഇതുവരെയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലോകത്ത്. ഇനി എന്താണ് ടാക്സോണമി എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ടാക്സോണമി എന്ന് പറയുന്ന വാക്കിൻ്റെ മലയാളത്തിൽ നമുക്കതിന് വർഗീകരണ ശാസ്ത്രം എന്ന് നമുക്ക് പറയാം. ടാക്സോണമി ഈസ് ദ സ്റ്റഡി ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഓർഗാനിസംസ് എന്ന് പറയാം. ടാക്സോണമി എന്ന് പറഞ്ഞാൽ ജീവികളെ ഐഡൻറ്റിഫൈ ചെയ്യണം, അവരെ പല വിഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഇനി നമുക്ക് അറിഞ്ഞുകൂടാത്ത ജീവജാലങ്ങൾ, പുതുതായി കണ്ടുപിടിക്കുന്ന ജീവജാലങ്ങൾക്ക് പേരിടണം, അതിനെ നല്ല രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം.
നാളെ പഠിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്ത ജീവികളെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് സൂക്ഷിക്കണം. ഈ 4 ഘടകങ്ങൾ അടങ്ങിയതാണ് ടാക്സോണമി. ടാക്സോണമി ഈസ് ദ സ്റ്റഡി ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഓർഗാനിസംസ്. ഇനി കാൾ ലിന്നേയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെയാണ് ഫാദർ ഓഫ് ടാക്സോണമി ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. കരോലസ് ലിന്നേയസ് എന്നാണ് ഇവിടെ അതിൻ്റെ സ്പെല്ലിങ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ കാൾ ലിന്നേയസ് എന്നാണ്. ഇനി അദ്ദേഹം വിശ്വപ്രസിദ്ധനായിട്ടുള്ള ഒരു ജീവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പ്രധാനമായിട്ടുള്ള 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് സ്പീഷീസ് പ്ലണ്ടാരം, 2 സിസ്റ്റമ നാച്ചർ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 രചനകളാണ് സ്പീഷീസ് പ്ലണ്ടാരം എന്നതും അതുപോലെ തന്നെ സിസ്റ്റമ നേച്ചർ എന്നതും. അത് ഒരുപാട് തവണ പബ്ലിക് എക്സാമിനും അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യനായിട്ടും ഒക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദ ബുക്സ് റിട്ടൺ ബൈ ലിന്നേയസ്, സ്പീഷീസ് പ്ലണ്ടാരം ആൻഡ് സിസ്റ്റമ നേച്ചർ. ഇനി ഇപ്പം നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവേഷണ സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ജീവജാലങ്ങളെപ്പറ്റി അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഏതെങ്കിലും പുതിയത് കണ്ടെത്താനുണ്ടോ? അങ്ങനെ ആ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പുതിയ അനിമൽസിനെ കണ്ടെത്തുകയാണെങ്കിൽ അനിമൽസിന് പേരൊക്കെ നൽകുന്നത്, അതായത് ഇപ്പോൾ ഞാനൊരു അനിമലിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്ന പേര് നൽകാൻ അതിൽ അവകാശമില്ല. ഞാനൊരു പേര് സജസ്റ്റ് ചെയ്യുന്നു, അതിന് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുണ്ട്. ആ ഓർഗനൈസേഷൻ അവർ അപ്രൂവ് ചെയ്യണം. ഇപ്പം ഞാനൊരു ചെടിയെ പുതുതായിട്ടൊരു ചെടിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ചെടിയുടെ പേര് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് അംഗീകരിച്ച് വരണം. അതിനുവേണ്ടി ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ആ 2 ഓർഗനൈസേഷൻ നമുക്കിവിടെ പഠിക്കാം. ഒന്ന് ICBN, ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക് നോമൻക്ലേച്ചർ. സസ്യങ്ങൾക്ക് പേരിടുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് ICBN. അവർ അക്സെപ്റ്റ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സസ്യശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തത് ICZN, ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അത് അനിമൽസിനെ പേരിടുന്നതും അതിൻ്റെ പേര് അക്സെപ്റ്റ് ചെയ്യുന്നതിനുമൊക്കെ ഉള്ള ഓർഗനൈസേഷനാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ബൈനോമിയൽ സിസ്റ്റം. ബൈനോമിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് ഉണ്ട്. ബൈ 2, നോമിയൽ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു നെയിം, പേരിനെ സൂചിപ്പിക്കുന്നത്. സിസ്റ്റം, മനസ്സിലായല്ലോ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ പദ്ധതി. അപ്പോൾ ബൈനോമിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ്വിനാമ പദ്ധതി. അതായത് ആദ്യകാലങ്ങളിൽ ജീവികൾക്ക് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു പേരുണ്ടായിരുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഒരു ജീവിക്ക് ഒരു പേരിൽ അറിയപ്പെടും. പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് വേറെ ഭാഷകളിൽ അത് വേറൊരു പേരിൽ അറിയപ്പെടും. ലോകത്തിൻ്റെ മറ്റു രാജ്യങ്ങളിൽ അത് മറ്റൊരു പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇത് ബോട്ടണി പഠിക്കുന്ന അല്ലെങ്കിൽ അതായത് ബൊട്ടാണിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ സുവോളജിസ്റ്റുകൾക്കൊക്കെ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പേര് കൊണ്ടുവരണം എന്ന് കാൾ ലിന്നേയസ് ആലോചിക്കുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണത്. കാൾ ലിന്നേയസ് ഒരു സിസ്റ്റം ആവിഷ്കരിച്ചു. ചുമ്മാ തോന്നിയ പേരുകൾ തോന്നിയ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാതെ ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നെയിമിംഗ് സിസ്റ്റം വേണമെന്ന് അദ്ദേഹം മുൻകൂട്ടി കാണുകയും അദ്ദേഹം ഒരു സിസ്റ്റം ആവിഷ്കരിക്കുകയും ചെയ്തു. ആ സിസ്റ്റത്തിൻ്റെ പേരാണ് ബൈനോമിയൽ സിസ്റ്റം, ദ്വിനാമ പദ്ധതി, പ്രപ്പോസ്ഡ് ബൈ കാൾ ലിന്നേയസ്. ഇനി കാൾ ലിന്നേയസ് കൊണ്ടുവന്ന ബൈനോമിയൽ സിസ്റ്റത്തിൻ്റെ ക്രൈറ്റീരിയ, നിയമാവലി എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2 വേർഡ്സ് ആർ യൂസ്ഡ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി 2 പേരുകൾ ഉപയോഗിക്കുന്നു. ഫസ്റ്റ് വേർഡ് ഈസ് ജീനസ് നെയിം അഥവാ ജനറിക് നെയിം. ആദ്യത്തെ പേര് അറിയപ്പെടുന്ന പേര് ജീനസ് നെയിം എന്നോ അല്ലെങ്കിൽ ജനറിക് നെയിം എന്നോ അറിയപ്പെടും. എന്നാൽ അത് കഴിഞ്ഞിട്ട് എഴുതുന്ന രണ്ടാമത്തെ വാക്കിനെ അറിയപ്പെടുന്ന പേര് സ്പീഷീസ് നെയിം എന്നോ അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തെറ്റ് എന്നോ അറിയപ്പെടും. സ്പീഷീസ് നെയിം എന്നോ അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തെറ്റ് എന്നോ അറിയപ്പെടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നാണ്. ഇവിടെ 2 പേരുകളുണ്ട്. ആദ്യത്തത് അതിനെ അറിയപ്പെടുന്ന പേര് ജീനസ് നെയിം അഥവാ ജനറിക് നെയിം, അതാണ് ഹോമോ. എന്നാൽ രണ്ടാമത്തതിനെ വിളിക്കുന്ന പേര് സ്പീഷീസ് നെയിം അഥവാ സ്പെസിഫിക് എപ്പിത്തെറ്റ്, അതാണ് സാപ്പിയൻസ്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ ഇതാണ്. ദ ഫസ്റ്റ് നെയിം ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ഇപ്പോൾ ഹോമോ സാപ്പിയൻസ് എന്ന് നമ്മൾ എഴുതുമ്പം ഒരിക്കലും സ്മോൾ ലെറ്റർ എഴുതുവാൻ പാടില്ല. ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. എന്തായി? ക്യാപിറ്റൽ എച്ച് തന്നെ ഉപയോഗിക്കണം. ഹോമോ ക്യാപിറ്റൽ എച്ച് ഉപയോഗിക്കണം. ആൻഡ് ദ സെക്കൻഡ് നെയിം സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ. സാപ്പിയൻസ് അഥവാ സ്പീഷീസ് നെയിം ആരംഭിക്കുന്നത് എപ്പോഴും സ്മോൾ ലെറ്ററിൽ തന്നെ ആയിരിക്കണം. ഇനി ആ സെൻറ്റൻസ് നമുക്ക് ഒന്നും കൂടെ പറയാം. നമ്മൾ ആൾറെഡി പറഞ്ഞു 2 പേരുകൾ വേണം ഒരു ജീവിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി. ദ ഫസ്റ്റ് നെയിം ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ആദ്യത്തെ പേര് അതായത് ജനറിക് നെയിം ഷുഡ് ബി സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സെക്കൻഡ് നെയിം സ്പീഷീസ് നെയിം ഷുഡ് ബി സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ. എക്സാമ്പിൾ ഹോമോ സാപ്പിയൻസ്. നെക്സ്റ്റ്, സയൻറ്റിഫിക് നെയിംസ് ആർ ജനറലി റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ അത് ഇറ്റാലിക്സിൽ തന്നെ ഈ 2 വാക്കുകളും പ്രിൻ്റ് ചെയ്യണം. കൂടുതൽ ഡിസ്കഷൻ അവിടെ ആവശ്യമില്ല. ഇറ്റാലിക്സിൽ പ്രിൻ്റ് ചെയ്യണം 2 വാക്കുകളും. ഇനി നെക്സ്റ്റ് ക്രൈറ്റീരിയ, നമ്മൾ കൈകൊണ്ട് എഴുതുന്ന അവസരങ്ങളിൽ വെൻ ഹാൻഡ് റിട്ടൺ ദ നെയിംസ് ഷുഡ് ബി സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. 2 വാക്കുകളും ജീനസ് നെയിമും അതുപോലെ സ്പീഷീസ് നെയിമും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കണം. ഒരിക്കലും അവ ഒരുമിച്ച് ചേർത്ത് വരയിടുവാൻ പാടില്ല. അത് തെറ്റാണ്. പല അവസരങ്ങളിലും പരീക്ഷയ്ക്ക് തെറ്റ് തിരുത്തുവാൻ ചോദിച്ചിട്ടുള്ള കാര്യമാണിത്. നെക്സ്റ്റ്, ദ നെയിം ഓഫ് ദ ആധാർ അപ്പിയേഴ്സ് ആഫ്റ്റർ ദ സ്പെസിഫിക് എപ്പിത്തെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോമോ സാപ്പിയൻസ്, മാങ്കിഫറ ഇൻഡിക്ക, ഇതാണ് ആദ്യത്തത് ജനറിക് നെയിം, രണ്ടാമത്തത് സ്പീഷീസ് നെയിം. ഇനി നമ്മൾ ഓഥൻറ്റിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ 2 പേരുകൾക്ക് ശേഷം ഈ പേര് ആരാണോ നിർദ്ദേശിച്ചത്, ഒറിജിനലി ആരാണോ നിർദ്ദേശിച്ചത്, ആ പ്ലാന്റിനെ അല്ലെങ്കിൽ അനിമലിനെ ഡിസ്ക്രൈബ് ചെയ്തത്, ആ ശാസ്ത്രജ്ഞൻ്റെ പേരിൻ്റെ ചുരുക്കരൂപം കൂടി മൂന്നാമതായിട്ട് എഴുതി ചേർക്കും. അതിന് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാഞ്ചിഫറ ഇൻഡിക്ക LINN, ലിന്നേയസിൻ്റെ ഷോർട്ട് ഫോം ആണത്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് സ്പീഷീസ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ കാൾ ലിന്നേയസ്. കാര്യം വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സാധാരണ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഈ സയൻറ്റിഫിക് നെയിം തെറ്റിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. അതിനെ കറക്റ്റ് ചെയ്യാൻ പറയും. ഒന്നുകിൽ എല്ലാം സ്മോൾ ലെറ്ററിൽ എഴുതി തുടങ്ങും, അല്ലെങ്കിൽ 2ഉം ക്യാപിറ്റൽ ലെറ്ററിൽ ആരംഭിക്കും, അല്ലെങ്കിൽ 2ഉം ഒരുമിച്ച് അണ്ടർലൈൻ ചെയ്തേക്കും. അങ്ങനെയുള്ള ചെറിയ തെറ്റുകൾ, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത തെറ്റുകൾ അവർ കാണിച്ചിരിക്കും. അതിനെ നമ്മൾ ഈ ക്രൈറ്റീരിയ വെച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് പോർഷനിലേക്ക് നമുക്ക് പോകാം. ടാക്സോണമി കാറ്റഗറി. ടാക്സോണമി കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഈച്ച് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് കാറ്റഗറി. അതായത് നമ്മൾ വർഗീകരണ ശാസ്ത്രത്തിലെ ഓരോ തലത്തിനെയും വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് കാറ്റഗറി. എക്സാമ്പിൾ സ്പീഷീസ് എന്ന് പറയുന്നത് ലോവസ്റ്റ് കാറ്റഗറിയാണ്. ജീനസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, കിങ്ഡം ഉണ്ട്, ഫൈലം ഉണ്ട്, ഓർഡർ ഉണ്ട്, അങ്ങനെ പോവും. ഇനി സിസ്റ്റമാറ്റിക്സ് ഇൻ ടാക്സോണമി. ഈ സിസ്റ്റമാറ്റിക്സ് ഇൻ ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ് സിസ്റ്റമാറ്റിക്സ്?
അപ്പോൾ സാധാരണ അധ്യാപകർ കുട്ടികളെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ അധ്യാപകർ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ പഠിക്കുന്നതും അതുപോലെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ നോട്ട് ബുക്കും ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് വെക്കണം. വാരി വലിച്ച് എവിടെയെങ്കിലും ഇട്ടിരിക്കാതെ അതിനെ കറക്റ്റ് അടുക്കും ചിട്ടയോടും കൂടി തന്നെ വെക്കണമെന്ന് പല അധ്യാപകരും ഒക്കെ ഉപദേശിക്കാറുണ്ട് കുട്ടികളെ. ഇവിടെയും സിസ്റ്റമാറ്റിക്സ് ഇൻ ടാക്സോണമി എന്ന് പറഞ്ഞാലും അത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്ന അവസരത്തിൽ തോന്നിയ രീതിക്ക് എടുത്ത് ക്ലാസിഫൈ ചെയ്യരുത്. അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ആ ജീവികളുടെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആദ്യമുണ്ടായ ജീവികളെ ആദ്യത്തെ ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തണം. പിന്നീട് അതിൽ തുടർന്നുണ്ടായ ജീവികളെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് വെക്കണം. അതായത് പരിണാമത്തെ അടിസ്ഥാനമാക്കി വേണം ജീവികളെ വർഗീകരിക്കുവാൻ. ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇവല്യൂഷൻ, അതാണ് സിസ്റ്റമാറ്റിക്സ് ഇൻ ടാക്സോണമി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി പഠിച്ചു. ടാക്സോണമിക് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഈച്ച് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് കാൾഡ് ടാക്സോണമിക് കാറ്റഗറി. സ്പീഷ്യസ് ഉണ്ട്, ജീനസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ഓർഡർ ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ എന്നൊക്കെ പറയുന്നുണ്ട്, പിന്നെ ലാസ്റ്റിൽ കിങ്ഡം ഉണ്ട്. ഇവിടെ ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അതിന് മുകളിൽ ടീച്ചേഴ്സ്, ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ. ഇനി അതുപോലെ തന്നെ നമ്മുടെ പോലീസ് സേന നോക്കിയാലും ഏറ്റവും മുകളിൽ DGP ഉണ്ട്. അതിൽ താന്ന് ഇങ്ങനെ വരും SP, DYSP അങ്ങനെയൊക്കെ വന്ന് CI, SI, അവസാനം പോലീസ് കോൺസ്റ്റബിൾ. അവിടെയും സീക്വൻഷ്യൽ ഓർഡർ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുണ്ട് ടാക്സോണമിയുടെ കാര്യത്തിലും സീക്വൻഷ്യൽ ഓർഡർ ഉണ്ട്. ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ഓർഡർ ഓഫ് ആൾ ടാക്സോണമിക് കാറ്റഗറീസ്. ടാക്സോണമിക് കാറ്റഗറീസിന് സീക്വൻഷ്യൽ ഓർഡറിൽ അടുക്കി വയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് ഹൈറാർക്കി. അവിടെ നമുക്കൊന്ന് നോക്കാം. കിങ്ഡം, ഏറ്റവും മുകളിൽ കിങ്ഡം, അതിന് താഴെ ഡിവിഷൻ അല്ലെങ്കിൽ ഫൈലം. ഡിവിഷൻ മിക്കവാറും പ്ലാന്റ്സിനെ മാത്രം സൂചിപ്പിക്കുന്നതാണ്, എന്നാൽ ഫൈലം അനിമൽസിനെ സൂചിപ്പിക്കുന്ന. അതിന് താഴെ ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. താഴെന്ന് മുകളിലേക്ക് പോയാൽ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ ഓർ ഫൈലം. ഏറ്റവും മുകളിൽ സുപ്പീരിയർ എന്ന് പറഞ്ഞത് ആരാണ്? കിങ്ഡം. ഇനി ഇവിടെ നിന്നും സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് ഓർഡർ തെറ്റിച്ച് തരും. അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം വരാറുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുവാനുള്ളത്. ഓക്കെ, താങ്ക് യു.